ഹലോ നമസ്കാരം SLC മക്കളെ. ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗം പഠിക്കണം. വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേര് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. എന്താണ് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം? അതിൻ്റെ മലയാളം ഉപഗ്രഹ അധിഷ്ഠിത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം. സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. സാറ്റലൈറ്റ് ഉപഗ്രഹത്തിന് അടിസ്ഥാനമാക്കിയുള്ള ഗതി നിർണയം. ഇപ്പം നാവിഗേഷൻ സിസ്റ്റം എന്നുള്ളത് ഗതി നിർണയ സംവിധാനം. ഇത് മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് ഈ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? അപ്പോൾ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഉപഗ്രഹത്തിലൂടെ ചില സേവനങ്ങൾ ചെയ്യുക എന്ന് നോക്കാം. ബേസ്ഡ് ട്രാക്കിംഗ്. സാറ്റലൈറ്റ് ബേസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം ആർ യൂസ്ഡ് nowadays to monitor the Earth's the location movement of objects on Earth surface. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത്. രണ്ടെണ്ണം ഒന്നിച്ചൊക്കെ ചെയ്യുന്നതാണ്. ലൊക്കേഷൻ കാണാൻ സാധിക്കും, സ്ഥാനം, മൂവ്മെൻറ്റ്, ഗതി, മറ്റേ സ്ഥാനനിർണയവും അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഗതി കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഭൂ ഉപരിതലത്തിലുള്ള വസ്തുക്കളുടെ ഗതിയും നിർണയവും ഗതിയും സ്ഥാനവും മോണിറ്റർ ചെയ്യുന്നതിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ നിർണയിക്കുന്നതിലേക്ക് വേണ്ടി ആണ് സാറ്റലൈറ്റ് ബേസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ഉപയോഗിക്കുക. അത് സാറ്റലൈറ്റ് ബേസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനം. ഇത് ഉപയോഗിക്കുന്നത് ഭൂതലത്തിലെ വസ്തുക്കളുടെ ഗതിയും സ്ഥാനവും നിർണ്ണയിക്കുന്നതിലേക്ക് വേണ്ടി. ഓക്കെ. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ സെവറൽ സെക്ടേഴ്സ് ലൈക്ക് മാപ്പ് മേക്കിംഗ്, ഭൂപടം നിർമ്മിക്കുക, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് യാത്രാ സംവിധാനം. അപ്പോൾ അതിലേക്ക് വേണ്ടി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അമംഗ് ദിസ് ഈസ്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതാണ് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് GPS സംവിധാനം. GPS ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇപ്പം GPS സംവിധാനങ്ങളാണ് ഇപ്പോൾ മിക്ക മൊബൈലിലും ഒക്കെ ഉള്ളത്. മൊബൈലിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാറിലൊക്കെ ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ GPS സംവിധാനത്തിലൂടെ നമുക്കെല്ലാം കാണാം. GPS സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ റോഡും ഗതിയൊക്കെ നിയന്ത്രിച്ച് ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് ഞാനും ഇപ്പോൾ ചിലപ്പോൾ അദൃശ്യമൊന്നുമില്ല, അജ്ഞാതമായിട്ടുള്ള റൂട്ടുകളൊക്കെ കണ്ടുപിടിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഈ GPS സംവിധാനം ശ്രദ്ധിക്കും. പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ സ്ഥാനം കണ്ടുപിടിക്കാൻ സ്ഥാനവും ഗതിയും റൂട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം? അപ്പോൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഏതിൽ വരുന്നതാണ്? ഈ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റത്തിലാണ് ഏറ്റവും ഉപകാരപ്രദമായ ഒരെണ്ണമാണ് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയാണ് ഇതിൻ്റെ ഇന്നോവേറ്റർ. അമേരിക്കയാണ് ഇതിൻ്റെ ഉപജ്ഞേതാവ്. നോക്കാം ഇതെന്താണെന്ന്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. The global positioning system helps to, നമ്മൾ ഈ സ്പാഷ്യൽ ഡാറ്റ കണ്ടതുപോലെയാണ്, ലോങ്ങിറ്റ്യൂഡിനൽ ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ
അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ആ സ്ഥാനം കാണാൻ സാധിക്കുന്നതിലേക്ക് വേണ്ടിയാണ്. ഇവിടെ അതുപോലെ തന്നെയാണ് ഏതെല്ലാം സ്ഥാനം നിന്ന് അക്ഷാംശ, രേഖാംശ, ലൊക്കേഷൻ സ്ഥാനം കാണുന്നതിലേക്ക്. ആൻഡ് എലിവേഷൻ സ്ഥാനം ഉൾപ്പെടുത്തി തന്നെ അതിന് ഉയരം എലിവേഷൻ കാണുന്നതിലേക്ക് വേണ്ടി ഓഫ് ഓബ്ജക്ട്സ് ഓൺ ദ എയർ സർഫസ് എലോങ് ദ കറസ്പോണ്ടിങ് ടൈം. ആ സമയം കൂടെ നമുക്ക് കിട്ടും. 3 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിലൂടെ. എന്തൊക്കെയാണ്? ഒന്ന്, ദ ലൊക്കേഷൻ, എലിവേഷൻ ആൻഡ് ദ കറസ്പോണ്ടിങ് ടൈം. ഈ 3 പേരുടെ ഏത് പൊസിഷനാണ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ് ഏത് രേഖാംശ രേഖയിലാണ് എന്ന് GPS സംവിധാനത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ USA. It is the most innovative tool in satellite-based navigation system. It helps to locate the elevation, helps to find the location, elevation and the corresponding time of the objects on the surface of the earth along the latitudinal and longitudinal പൊസിഷൻ. അങ്ങനെ പറയാം. അല്ലെ പുസ്തകത്തിൽ കിടക്കുന്ന പോലെ അർത്ഥ സെൻറ്റൻസ് ആ രീതി പറയാം. അതായത് ഇറ്റ് ഹെൽപ്സ് സെൻസിങ് ദ latitudinal and longitudinal location, elevation and corresponding time of the objects on the surface of the earth അല്ലെങ്കിൽ the earth surface. ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെ സമയം, ഉയരം, സ്ഥാനം, അക്ഷാംശ, രേഖാംശ സ്ഥാനം ഈ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ത്യ സിസ്റ്റം ഇപ്പോൾ ഈ സിസ്റ്റത്തിന് പ്രത്യേകത ഉണ്ട്. എ സീരീസ് ഓഫ് 24 സാറ്റലൈറ്റ്സ് 24 ഉപഗ്രഹങ്ങളാണ് പ്ലേസ്ഡ് അറ്റ് 6 ഡിഫറെൻറ്റ് ഓർബിറ്റ്സ് 6 വ്യത്യസ്ത ഭ്രമണപഥത്തിൽ. അവിടെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഇത് വർക്കിംഗ് എന്ന് ഫങ്ഷനിങ് എന്നുള്ളതാണ്. 6 വ്യത്യസ്ത ഭ്രമണപഥത്തിൽ 24 ഉപഗ്രഹങ്ങൾ. ഇത് എത്ര ഓൾട്ടിറ്റ്യൂഡ് എന്നറിയാം? ബിറ്റ്വീൻ ദ ഓൾട്ടിറ്റ്യൂഡ്സ് 20,000 and 20,200 കിലോമീറ്റർ എബോവ് ദ എർത്ത് പൊസിഷൻ. ഭൂമിയിൽ നിന്നും 20,200 കിലോമീറ്റർ പൊക്കത്തിൽ 6 വ്യത്യസ്ത ഭ്രമണപഥത്തിൽ 24 ഉപഗ്രഹങ്ങളെ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നു. ഈ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റത്തിൽ ഗ്ലോബൽ പൊസിഷനിൽ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കുന്നതിലേക്ക് ഇത്രയും സംവിധാനത്തിനാണ് ഇതിൻ്റെ ഹൗ ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. വി ക്യാൻ ലൊക്കേറ്റ് പ്ലേസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിഗ്നൽസ്. അപ്പോൾ നമുക്കിങ്ങനെ 24 ഉപഗ്രഹങ്ങൾ 6 വ്യത്യസ്ത ഭ്രമണപഥത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സിഗ്നലുകൾ അയക്കും. ആ സിഗ്നലുകളിലൂടെയാണ് നമുക്ക് ഈ സ്ഥലങ്ങളുടെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. റിസീവ്ഡ് ഫ്രോം ദ സാറ്റലൈറ്റ്സ് ഇൻ അവർ ഹാൻഡ് ഹെൽഡ് ഡിവൈസ്. നമ്മളെ കയ്യിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ നമ്മൾ സജ്ജീകരിക്കുന്ന മുറിയിൽ സിഗ്നലുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ആ സിഗ്നലിലൂടെ അതിൻ്റെ ഉയരവും സ്ഥാനവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ GPS റിക്വയർഡ്സ്, അതിന് ഒരു കണ്ടീഷനുണ്ട്. ദ GPS റിക്വയർഡ് സിഗ്നൽസ് ഫ്രം അറ്റ്ലീസ്റ്റ് 4 സാറ്റലൈറ്റ്സ്. അപ്പോൾ 6 വ്യത്യസ്ത ഭ്രമണപഥത്തിലാണ് 24 നമ്മൾ കണ്ടത്. അപ്പോൾ 4 6 24. അപ്പോൾ 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടിയാൽ നമുക്ക് അത് വ്യക്തമായിട്ട് ഒരു പിക്ചർ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു പിക്ചർ കിട്ടുന്നതിലേക്ക് വേണ്ടി 4 ഉപഗ്രഹങ്ങളിൽ നിന്നെങ്കിലും സിഗ്നൽ കിട്ടിയിരിക്കണം. ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ലൈക്ക് ദി ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, എലിവേഷൻ, അക്ഷാംശ, രേഖാംശ, പൊക്കം,
സമയം എക്സെട്ര. മോർ സാറ്റലൈറ്റ്സ് ആർ ബി ഇൻക്ലൂഡഡ് ഇൻ ദി സിസ്റ്റം. പിന്നെ ഈ കൂടെ ഇഷ്ടംപോലെ ഉപഗ്രഹങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഫോർ എൻഹാൻസിങ് ആക്യുറസി. അപ്പോൾ അതിൻ്റെ കൃത്യത ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ പ്ലേസ് ചെയ്യാറുണ്ട്. ഇനിഷ്യലി സ്റ്റാർട്ട് ഫ്രം ദ US ഡിഫൻസ്. അപ്പോൾ US ഡിഫൻസിലേക്ക് പ്രതിരോധത്തിലേക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. പിന്നെ അത് 1980 മുതൽ പബ്ലിക് അത് പൊതു ആവശ്യത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തുടങ്ങി. ആദ്യം അവർ ഡിഫൻസ് റിക്വയർമെൻറ്റിലേക്ക് പ്രതിരോധത്തിലേക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. അപ്പോൾ ഇന്ന് പഠിച്ച ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ലാസ്റ്റ് പോർഷൻ ഓഫ് ദി 6th ചാപ്റ്റർ, സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം, ഉപഗ്രഹ അധിഷ്ഠിത ഗതിനിർണ്ണയ സംവിധാനം. അപ്പോൾ ഇതാണ് സാറ്റലൈറ്റ് ബേസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റമാണത്. ആർ യൂസ്ഡ് നവേഡേസ് ടു ലൊക്കേറ്റ് എന്തൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ടു മോണിറ്റർ ദ ലൊക്കേഷൻ, to find the location and the movement of objects on the surface of the earth, used in several sectors like എന്തിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, മാപ്പ് മേക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതത്തിലേക്ക് വേണ്ടിയും, അതുപോലെ തന്നെ ഭൂപടം നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് of the satellite-based system was global position system of USA. USA ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റമാണ് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റത്തിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ അതിന് മുമ്പ് എന്തിലേക്ക് വേണ്ടിയാണ് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്? ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ സെൻസിങ് ദ longitudinal and latitudinal location and elevation with the corresponding time of the objects on the Earth's surface. പിന്നെ in the system എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? In the system a series of 24 satellites are placed at 6 different orbits and at ഇവിടെ എത്ര ഉയരം കൂടെ പറയണം, between 20,000 and 20,200 kilometer above the earth surface. ഭൂമിയിൽ നിന്നും ഭൗമോപരിതത്തിൽ നിന്നും 20,200 കിലോമീറ്റർ ഉയരത്തിലാണ് 4 വ്യത്യസ്ത ഭ്രമണപഥത്തിൽ 6 വ്യത്യസ്ത ഭ്രമണപഥത്തിൽ പിന്നെ 24 ഉപഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 4 സിഗ്നൽസ് ആർ ടു റിസീവ്. നമുക്ക് എങ്ങനെയെങ്കിലും 6 സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ 6 സാറ്റലൈറ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് സിഗ്നൽസ് ഫ്രം 4 satellites required to display the elevation and the required details. And the signals are received in the handheld device. നമ്മളെ കൈവശം വെച്ചിരിക്കുന്ന പിന്നെ ഉപാധികളിൽ, ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഉപാധി നമുക്ക് ഉപയോഗിക്കാം, ഉപാധികളിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ റിക്വയർഡ് ഡീറ്റെയിൽസ്, അതായത് ലോങ്ങിറ്റ്യൂഡൽ, ലാറ്റിറ്റ്യൂഡൽ, elevation, location and corresponding time are received if there we get signals from 4 satellites. More satellites are included. അപ്പോൾ ആക്യുറസിക്ക് വേണ്ടി, in order to get the accuracy, more satellites are included in the global position system. ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റത്തിൽ കൂടുതലായിട്ടുള്ള ഉപഗ്രഹങ്ങളെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇൻ USA it was started for the purpose of defense. പ്രതിരോധത്തിലേക്ക് വേണ്ടിയാണ് അമേരിക്കയിൽ തുടങ്ങി വെച്ചത്. ഫ്രം 1980 onwards it becomes a public use. അത് പൊതു ഉപയോഗമായിട്ട് മാറി. ഇതോടുകൂടി ആ ചാപ്റ്റർ തീരെയാണ്. പിന്നെ നിങ്ങൾ സൈറ്റിൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ISROയുടെ ഭുവൻ. ഇപ്പം നിങ്ങളുടെ ഭുവൻ എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റാണ്, ഞാനത് തുറന്ന് നോക്കി. അപ്പോൾ എങ്ങനെയാണ് ISRO പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ISRO GPS സിസ്റ്റത്തിലൂടെ കാണുന്നത്, നിങ്ങൾക്ക് അങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഫങ്ഷനിങ് ഒന്ന് നോക്കാം. അതാണ് ഭുവൻ വെബ്സൈറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സ്കൂൾ ഭുവൻ, ആ ഭുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് സ്കൂൾ ഭുവൻ ആണെങ്കിൽ നിങ്ങൾ സ്കൂളുമായിട്ടത് ബന്ധപ്പെട്ടാലേ ചിലപ്പോൾ ID എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല. അപ്പോൾ മൈ മാപ്പ് എന്ന ഒരു ഇങ്ങനെയാണ് മൈ മാപ്പ്
ഉണ്ടാക്കുക തന്ന എക്സാമിനേഷൻ പോയിൻ്റ് പ്രാധാന്യമല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് വച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ആറാമത്തെ ജോഗ്രഫി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മൊത്തം ജോഗ്രഫിയിൽ 10 ചാപ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാമത്തെ ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്റർ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തുന്നതാണ്. ഹിസ്റ്ററിയിൽ 9ാമത്തെ ചാപ്റ്ററുണ്ട്, ജോഗ്രഫിയിൽ 9ാമത്തെ ചാപ്റ്ററുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നത് ആഘോഷിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ ചാപ്റ്റർ ഒരുപാട് പോയിൻറ്റ്സ് ഒക്കെ ഉള്ളതാണ്. അത് കൃത്യതയോടൊക്കെ വളരെ ഷോർട്ട് ഔട്ടായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളേറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കൂടുതലായിട്ട് പോയിൻ്റ് വരുമ്പോൾ നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റ്സുകളൊക്കെ പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. വലിച്ചുവാരി പഠിക്കാതെ ഉള്ള ശ്രദ്ധ പോയിൻ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും പറയണം, ഒന്നുകിൽ ബുക്കിൻ്റെ ഓരോ പാരഗ്രാഫിൻ്റെ മാർജിനിലോ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ്, അത് ഏത് പോയിൻ്റ് കിട്ടുമ്പോൾ നമുക്ക് ഓർമ്മ വരും, അങ്ങനെയൊക്കെ നോട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു പേപ്പറിൽ. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ സമയമാകുമ്പോൾ ഇതൊക്കെ എടുത്ത് ഓടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരു പോയിൻ്റ് കിട്ടുമ്പോൾ ആ പാരഗ്രാഫ് മനസ്സിൽ കിട്ടും. അങ്ങനെയാണ് പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്. അത് നിങ്ങൾ ട്രയൽ ചെയ്യുക, ചെയ്യാത്തവരുടെ ട്രയൽ ചെയ്യുക. അത് നമുക്ക് ഉപകാരമാവുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. ഓക്കെ.